ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണിത്. അപ്പോൾ ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഇതേപോലെ കമൻറ്റ്സ് വന്നിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നാണ് കേട്ടോ നമുക്ക് ആ ഒരു അവസരമൊക്കെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരും അതേ രണ്ടാൾ നല്ല ഉറക്കത്തിലാണ്. പിന്നെ നമ്മുടെ കൺമണിയാണെങ്കിൽ ഞാൻ എണീറ്റ് കഴിഞ്ഞൊരു 10 അല്ലെങ്കിൽ ഒരു 5-10 മിനിറ്റ് എങ്ങനെ കിടക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾ എണീക്കാറുണ്ട്. അപ്പോൾ അതേ എന്നിട്ട് ഞാൻ നേരെ വന്നത് അടുക്കളയിലേക്കാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അടുക്കളയിൽ കാലത്ത് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ പണിയൊന്നും ഇല്ല കേട്ടോ. കാരണം തലേ ദിവസം തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ചൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് തലേ ദിവസം തന്നെ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ വേഗം പോയിട്ട് പല്ലൊക്കെ തേച്ചു കേട്ടോ. പിന്നെ അതേ ഞാൻ മിറ്റടിക്കാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ അതേ ഇലകളൊക്കെ വീണെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ കുറേ ദിവസം ഇവിടെ ആളില്ലാത്തതുകൊണ്ട് തന്നെ അതേ സൈഡിലൊക്കെ നന്നായിട്ട് പുല്ല് പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ മോള് ഉറങ്ങിയതിന് അനുസരിച്ചിട്ടാണ് കേട്ടോ നമുക്കിപ്പോൾ പണികളൊക്കെ ചെയ്യാനായിട്ട് പറ്റണത്. അപ്പോൾ എല്ലാ പണികളും നമുക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റാറില്ല. കാരണം കുറേ നേരം അങ്ങനെ കിടന്ന് ഉറങ്ങണ ശീലമൊന്നും ഇല്ല കേട്ടോ. കാരണം ഒരു 5-10 മിനിറ്റ് നേരമൊക്കെയാണ് മോൾ ആകെ കൂടി ഉറങ്ങുക കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഓരോരോ പണികൾ ചെയ്ത് തീർക്കാറുള്ളത്. അങ്ങനെ അതേ മിറ്റൊക്കെ അടിച്ചു. പിന്നെ അതേ നമ്മൾ തിരുമണ കള്ളിൻ്റെ അവിടെയായിട്ട് ഇതേപോലെ കുറച്ച് ഇലകൾ വീണെടുക്കേണ്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ നേരെ അതേ തുണി ഇതേപോലെ മുക്കി വെക്കാനായിട്ട് പോയിട്ട് അപ്പോൾ തലേ ദിവസത്തെ അതേപോലെ തന്നെ കാലത്തൊക്കെ മൂത്രമൊഴിച്ച തുണികളുണ്ടാവില്ല, അതൊക്കെ ഞാൻ ഇതേപോലെ സോപ്പും പൊടിയിൽ മുക്കി വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തിരുമ്പണ സമയത്ത് പെട്ടെന്ന് തന്നെ തിരുമ്പിയിട്ട് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ആ ഒരു പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ ശേഷം നേരെ അതേ അടുക്കളയ്ക്ക് വന്നിട്ട് ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടോ. അങ്ങനെ ഇതേ ഗ്യാസിൽ ഞാൻ ഇതേപോലെ ചോറ് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നേരം വൈകി എനിട്ടുകൊണ്ട് തന്നെ വേറെ പ്രത്യേകമായിട്ട് ഞാൻ ഉണ്ടാക്കാനായിട്ടൊന്നും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ റോബസ്റ്റ് പഴം കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ വിചാരിച്ചു എൻ്റെ കൂടെ നമുക്ക് അവിലുണ്ടായിരുന്നു. അപ്പോൾ അവിൽ കുഴക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവാനായിട്ട് പോകുന്ന നേരം നോക്കിയിട്ട് തന്നെ അതേ മോള് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എണീറ്റിട്ട് നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ മോളുടെ കരച്ചിൽ കേട്ടിട്ട് അതേ ഗീതുമോള് എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ ഞങ്ങൾ എണീറ്റ് കുറച്ച് ഇരക്കരുന്ന് വർത്താനം പറഞ്ഞപ്പോൾ മുഖത്ത് ഇതേ ചോന്ന കുത്ത് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ കൊതു കുത്തിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ എടുത്തിരുന്നിട്ട് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് നേരം ആൾ പിന്നെ ബെഡിൽ കിടന്നിട്ട് കുറച്ച് നേരം അങ്ങനെ ഒന്ന് കളിക്കും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വേറെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ പാലൊക്കെ കൊടുത്ത് വന്നതിന് ശേഷം അതേ ഞാൻ വേഗം തന്നെ അരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ആ ഒരു ചൂടുവെള്ളത്തിലേക്ക് അങ്ങനെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷമാണ് കേട്ടോ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വേഗം തന്നെ ഇത് തേങ്ങയൊക്കെ ചിരവി അതേപോലെ തന്നെ ശർക്കരയൊക്കെ ചീകിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിലൊക്കെ ചേർത്തിട്ട് ഇതേ നല്ല രീതിക്ക് അങ്ങനെ കുഴച്ചെടുത്തു കേട്ടോ. അപ്പോഴത്തേനും ഗീതുമോളുടെ പല്ല് തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഒരുമിച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം മോളും ചെയ്തു. അപ്പോൾ ഞാനും ഇതേ ആൾക്കും വിശക്കാറായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതേ അവിലൊക്കെ കുഴച്ചതിന് ശേഷം അവിലും അതേപോലെ തന്നെ റോബസ്റ്റ് പഴവും കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ മോളേനെ അവിടെ കട്ടിലിൽ കിടത്തിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വേഗം ഞങ്ങൾ കഴിച്ചിട്ട് വേണം മോളേനെ എടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ഈ ഒരു സമയത്ത് കളിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ വേണം നമുക്ക് അടുത്ത പണികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട്. പിന്നെ ചായ കൂടി കഴിയുമ്പോഴത്തേനും ഇതേ നമ്മൾ ചോറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചോറ് നമുക്ക് ഇതിൽ ഇറക്കി വെക്കാമെന്നുള്ളത്. അപ്പോൾ അതേ വേഗം തന്നെ ഞാൻ ചോറ് ഇതേ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പാലൊക്കെ കൊടുത്തതിന് ശേഷം ഇതേ മോളേനെ ഉറക്കിയെടുത്തു കേട്ടോ. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം പോയിട്ട് കാലത്ത് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ തുണിയൊക്കെ തിരുമ്പിയിടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നേരത്താകുമ്പോൾ നല്ല വെയിലുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുണികളൊക്കെ ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ ഒരു സൈഡിലത്തെ വെയിലൊക്കെ പോകും. അപ്പോൾ പിന്നെ തുണികൾ ഉണങ്ങാണ്ട് അങ്ങനെയൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ വേഗം ഇതേ ഉണ്ണിയുടെ ചെറിയ തുണികളാണ്, അത് പെട്ടെന്ന് തന്നെ കഴുകിയിടുകയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രമൊഴിക്കുന്നതുകൊണ്ട് കുറേ അധികം നമുക്ക് തുണികൾ വേണം. അപ്പോൾ ഞാൻ അപ്പം ഉള്ളത് ഇതേപോലെ പെട്ടെന്ന് തന്നെ കഴുകിയിട്ട് ഇതേ തോർത്തിടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ വേഗം പോയിട്ട് മുതിര ഉപ്പേരി വെക്കാനായിട്ട് ഇതേപോലെ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗീതുമോളാണെങ്കിൽ കുറച്ച് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതേ എഴുതുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് എണ്ണയൊക്കെ തേക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോളനെ വിളിച്ചിട്ട് എണ്ണ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ പോണ നേരത്തെ എനിക്ക് കാലത്ത് അങ്ങനെ നേരം കിട്ടുന്നില്ല രണ്ടാളും കൂടി നോക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതേ മോളെ തലയിൽ നന്നായിട്ട് തന്നെ ഞാനിന്ന് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് വേണം നമുക്കൊന്ന് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് കഴുകി കളയാൻ വേണ്ടിയിട്ട്.
പിന്നെ മുഖത്തൊക്കെ കുറച്ച് ഞാൻ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ട് കേട്ടോ എൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നേരെ ഞാൻ അടുക്കളയ്ക്ക് പോയിട്ട് ഇതേ അടിച്ചു വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ വേഗം വേഗം ഇതേ അടിച്ചു വാരി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ പാത്രങ്ങളുള്ളതൊക്കെ അപ്പം തന്നെ കഴുകിയിട്ട് എടുത്ത് വയ്ക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറേ ആയി കഴിഞ്ഞാൽ കഴുകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ കഴുകാനായിട്ടും പറ്റിയെന്ന് വരില്ല കേട്ടോ. പിന്നെ ഞാൻ വേഗം വേഗം അടിച്ചു വരികയാണ് കേട്ടോ. അപ്പം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോളെ നോക്കുന്നുണ്ട്. അപ്പോൾ അധികം സൗണ്ട് ഉണ്ടാക്കാത്ത രീതിയിലാണ് കേട്ടോ അടിച്ചു വരുന്നത്. എന്തെങ്കിലും ചെറിയ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ആൾ എണീക്കും. അപ്പോൾ എൻ്റെ പണികളൊക്കെ അവിടെ എടുക്കും. അതുകൊണ്ട് തന്നെ അതേ ഞാൻ വേഗം വേഗം അതേ അടിച്ചു വാരി എടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ തുടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് തന്നെ അതേ മോളൊന്ന് എണീറ്റപ്പോൾ ഞാൻ തട്ടി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു പണി ഫുള്ളായിട്ട് അങ്ങനെ തീരണ ഒരു സമയമില്ല കേട്ടോ. കാരണം കുറച്ച് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേനാവും എണീക്കുക. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് എന്താ പറയുക, ആ ഒരു പണി കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റാറില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതേ ആൾ എണീറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ചെന്നിട്ട് എണീപ്പിച്ചിട്ട് ഞാൻ ഹാളിൽ കിടത്തിയിട്ടോ. എന്നിട്ട് ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഈ 2 ഷീറ്റിൽ നിന്നൊന്ന് ഡ്രൈ ഷീറ്റും പിന്നെ നമ്മുടെ സാധാരണ ആയിട്ടുള്ളൊരു ഷീറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഞാൻ കഴുകാനായിട്ട് കൊണ്ടുപോയി മുക്കി വെച്ചിട്ടോ. പിന്നെ അതേ ഞാൻ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞിടുകയാണ്. കാരണം ഇനി കുളിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോള് നന്നായി കുറച്ച് നേരം ഒന്ന് ഉറങ്ങും. അപ്പോൾ ചിലപ്പോൾ ഇതുപോലെ കുടഞ്ഞിടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാനതേ ഒക്കെ നന്നായിട്ടൊന്ന് വിരിച്ചിടുകയാണ് കേട്ടോ. എന്നിട്ട് ഞാനതേ പുതിയ ഷീറ്റ് ഇതേപോലെ വിരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡ്രൈ ഷീറ്റും ഇതേപോലെ തന്നെ മേലെയായിട്ടൊന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ തലേ ദിവസം ഉണങ്ങാത്ത കുറച്ച് ഡ്രസ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്പം തന്നെ അങ്ങനെ മടക്കി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരം കിട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് അധികം പിന്നെ പണികൾ ഉള്ളതായിട്ട് വരാറില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ മോളെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതേ കുളിപ്പിച്ചു. പിന്നെ ക്രീമൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം ഇതേ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് എടുത്ത് നടന്നു കേട്ടോ. എപ്പോഴും ഇങ്ങനെ എടുക്കല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് കുളി കഴിഞ്ഞാൽ ഇതുപോലെ എടുത്ത് നടക്കും. കുളി കഴിഞ്ഞാൽ എന്നല്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് ഇതേപോലെ ഞാൻ എടുത്ത് നടക്കാറുണ്ട്. അങ്ങനെ എടുത്ത് നടന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാലൊക്കെ കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ഉറക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു അരമണിക്കൂർ എങ്ങാനും ഉറങ്ങിയെങ്കിൽ ഭാഗ്യം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റൊക്കെ നേരം ഒന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട് ആൾക്ക്. അങ്ങനെ ഞാൻ വേഗത പാലൊക്കെ കൊടുത്ത് ഉറക്കി. അതിന് ശേഷം പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ വേഗം കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെയർ പാക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ എന്താ പറയുക, പാക്കൊന്നും ഇട്ടിട്ടിരിക്കാനുള്ള നേരം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ലീവ് ആയതുകൊണ്ടാണ് കേട്ടോ ഇതുപോലത്തെ സമയമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനിത് നേരെ പോയിട്ട് മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ചുണ്ട് ഇപ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കരമായിട്ട് പൊട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ലിപ് ബാമും പിന്നെ ചെറിയൊരു പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ സിന്ദൂരമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതേ ഞാനിത് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്നോ പതിവൊന്നുമില്ല, ഇപ്പോൾ ഇന്ന് സമയമുള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഉറങ്ങല്ലേന്ന് വിചാരിച്ച് ഞാൻ വേഗം പോയിട്ട് എൻ്റെ ഇട്ട ഡ്രസ്സ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഉള്ളത് ഞാൻ അപ്പം തന്നെ കഴുകിയിടാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ നമുക്ക് എന്താ പറയുക, കറക്റ്റ് അങ്ങനെ നേരം കിട്ടിയെന്നൊന്നും വരില്ല. പിന്നെ അതേ ഷീറ്റൊക്കെ ഞാൻ നന്നായിട്ട് ഉരച്ച് കഴുകാനിട്ട്. കാരണം നന്നായിട്ട് തന്നെ മൂത്രമൊക്കെ വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കൂട്ടിയിട്ട് തന്നെ ഇതൊക്കെ ഒന്ന് മുക്കി വെക്കണത് കേട്ടോ. അങ്ങനെ ഇതേ നന്നായിട്ട് തന്നെ തിരുമ്പി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതേ മോള് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരെ പോയി നോക്കുമ്പോൾ നല്ല കരച്ചിലായിരുന്നു. കാരണം മൂത്രം ഒഴിച്ച് കഴിഞ്ഞാൽ ആളപ്പം എണീക്കും കേട്ടോ. പിന്നെ ആ ഒരു ഇട്ട ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് പുതിയ ട്രൗസറൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് എടുത്ത് നടന്നു. ഇങ്ങനെ കിടക്കല്ലേ ഏത് നേരം വെച്ച്, പിന്നെ ആരും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് നടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ഞാൻ ഇതേ ഹാളിലേക്ക് വന്നിട്ട് അപ്പോൾ അതേ കണ്ണും പിരികൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പൊട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊന്നാണ് കേട്ടോ ഇത്. പിന്നെ വേറെ ഒന്ന് കുറച്ച് വലിയ ബോക്സാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ ഇങ്ങനെ ഉമ്മാർത്തേക്ക് വന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ പെരുന്നാളാണ് കേട്ടോ, ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള കാലൊക്കെ അത് എവിടെ കുത്തുന്നുണ്ട്, കുഴിച്ചിടുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറച്ച് നേരം നിന്നു. പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ ഊണ് കഴിക്കാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കറി ഒന്നായിട്ട് അങ്ങനെ വെച്ചില്ല. അപ്പോൾ മുതിര കുറച്ച് ചാറ് പോലെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പപ്പടം വറുത്ത് പിന്നെ ഉള്ളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു അച്ചാർ പോലത്തെ ഒരു സംഭവം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഊണ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോള് അവിടെ കളിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞങ്ങൾ വേഗം ഊണ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് വെച്ചിട്ട് ഊറ്റാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഊണ് കഴിക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ കേട്ടോ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട് കേട്ടോ ചോറുന്നാലും ഞാൻ വേഗം കഴിച്ചു കേട്ടോ.
മോളാണെങ്കിൽ അവിടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. ചിലൻ്റെ ഇതിൽ പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ സത്യമായിട്ടും പറഞ്ഞാൽ മറന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് 4 മണിയൊക്കെ ആകുമ്പോഴത്തേൻ്റെ അമ്മമ്മയും മാമനും കൂടിയിട്ട് ഉണ്ണീനെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ കുറേ നേരം ഇന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനതേ മിച്ചർ കഴിക്കാൻ കേട്ടോ. അപ്പോൾ അവർ ഒരു 5:30 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് മിച്ചർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണി എൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ട്. അതാണ് ഞാൻ അങ്ങനെ ആട്ടിയിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കരയുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾ കരച്ചിലൊക്കെ നിർത്തിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കളിക്കാനായിട്ടൊക്കെ ഇരിക്കും. പിന്നെ അതേപോലെ തന്നെ വർത്താനമൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിയും കളിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ഉമ്മാർത്തിരുന്നിട്ട് ഇങ്ങനെ ഞാൻ മിച്ചർ കഴിക്കുന്ന ഉണ്ണി മടിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം പിന്നെ അങ്ങനെ കട്ടിലുമ്മ കൊണ്ടുപോയി കിടത്തിയിട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം പോയിട്ട് ഇതേ കാലത്ത് നമ്മൾ തിരുമ്പിയ ഡ്രസ്സുകളുണ്ടല്ലോ അതൊക്കെ ഞാൻ പോയിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിൽ മഴക്കാറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി വേഗം പോയിട്ട് എടുത്തു. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പോയിട്ട് ഇതേ തിരുമ്പിയിട്ട ഡ്രസ്സുകളൊക്കെ എടുക്കാൻ കേട്ടോ. പിന്നെ ഞാൻ വേഗം പോയിട്ട് അകമൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടു കേട്ടോ. കാരണം മിച്ചറൊക്കെ ഫുള്ള് മോള് ഇവിടെ ഉമ്മാർത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗീതു മോള്. അങ്ങനെ ദേ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം പോയിട്ട് മേലൊക്കെ കഴുകി വന്നു. പിന്നെ കാലത്ത് വന്ന ആ ഒരു കൊറിയറൊക്കെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്സൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്ന് കൊറിയർ വന്ന വേറൊരു സാധനം. വേറെ ഒന്നല്ല, നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസാണ് കേട്ടോ നമുക്ക് സാധനങ്ങൾ ഇട്ട് വെക്കാനായിട്ട്. ഇത് വരുന്ന 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതേപോലെ സ്പൂണും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതേ കുറച്ച് മുന്തിരി കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അങ്ങനെ ഞാനത് ഓരോന്നായിട്ട് പൊട്ടിച്ചിട്ട് ഈ ഒരു പാത്രത്തിലെ ആക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ആക്കിയിട്ടുള്ളത് മുളക് പൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പാത്രത്തിൽ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ മോൾ ഈ ഒരു നേരത്ത് ഉറങ്ങായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ മുളക് പൊടി തന്നെ ഞാൻ ആദ്യം ആക്കി വെച്ചത്. എന്നിട്ട് ഇതേ ഞാൻ കുറച്ച് ആക്കി അതൊക്കെ ഞാനൊന്ന് മൂടിയിട്ട് സെറ്റാക്കി വരുമ്പോഴത്തേൻ്റെ മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് കൈയൊക്കെ കഴുകിയിട്ടോ. പിന്നെ കുറച്ച് നേരം പാലൊക്കെ കൊടുത്തിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ നല്ല മൂടായതുകൊണ്ട് നല്ല കളിയായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ തുണിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനിത് വേഗം മടക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ കറച്ചിലാവുമ്പോഴത്തേന് നമുക്ക് വേഗം ഈ പണികളൊക്കെ ചെയ്ത് തീർക്കണം. അങ്ങനെ ഇതൊക്കെ മടക്കി വെച്ചിട്ട് ഓരോരുത്തരുടെ ഞാൻ ഓരോ സെക്ഷനിലാക്കിയിട്ട് കൊണ്ടുവയ്ക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതിന് ശേഷം അതിനിടയ്ക്കായിട്ട് ഞാൻ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതൊക്കെ മടക്കി വെച്ച് വരുമ്പോഴത്തേന് ആൾ നല്ല കളിയായതുകൊണ്ട് തന്നെ കുറച്ച് നേരം പിന്നെ അടുത്ത് ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം ഞാൻ വേഗം ബാക്കിയുള്ളതും ഓരോന്നായിട്ട് ഇതേപോലെ ഓരോ പാത്രത്തിൽ ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലെല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. കടല, പയർ, പരിപ്പ്, ഗ്രീൻ പീസ്, അതുപോലെ തന്നെ ചെറുപയർ, ഉഴുന്ന് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാനിത് ഓരോരോ പാത്രങ്ങളിലാക്കിയിട്ട് വേഗം നിറച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി മോൾ കരയുമ്പോഴത്തേന് ഇതൊക്കെ നിറച്ചിട്ട് വെച്ചിട്ട് വേണം അടുക്കളയിൽ കൊണ്ടുപോയിട്ട് സെറ്റാക്കി വെക്കാനായിട്ട്. അങ്ങനെ ഇതൊക്കെ നിറച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ വേഗം അതൊക്കെ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കായിട്ട് മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗീതുമോളാണെങ്കിൽ നേരത്തെ കിടക്കും ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ അടുക്കളയിലുള്ള ഒരുവിധം എല്ലാ പണികളും ഒതുക്കി വെച്ചതിന് ശേഷം അത് ക്ലീൻ ആക്കിയിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഞാൻ കിടക്കാനായിട്ട് പോവാണ് കേട്ടോ. പിന്നെ ഇതേ മോളാണെങ്കിൽ ഇവിടെ നല്ല കളിയിലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞതിന് ശേഷമാണ് കേട്ടോ കിടന്നത്. ഇതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചിരിക്കും. അതേപോലെ തന്നെ കയ്യും കാലൊക്കെ ഇട്ട് അടിക്കണം കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കിടന്നത്. എന്തായാലും 10 മണിയുടെ ഉള്ളിലൊക്കെ ആയിട്ട് കിടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഇങ്ങനെയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്തിട്ടും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.